ഞങ്ങൾ ഉധംപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബനിഹാളിലേക്ക് കാർ മാർഗമാണ് ഞങ്ങൾ എത്തിയത്. ഏകദേശം 4 മണിക്കൂർ എടുത്തു ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുവാൻ വേണ്ടിയിട്ട്. ബാരാമുള്ളയിൽ നിന്ന് ബനിഹാൾ വരെയായിരുന്നു നേരത്തെ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഉധംപൂർ റെയിൽവേയിലേക്ക് ഇത് കണക്ടിവിറ്റി പ്രൊജക്റ്റ് ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ സങ്കൽദാൻ സ്റ്റേഷൻ വരെ ഇപ്പോൾ ബാരാമുള്ള സങ്കൽദാൻ ഡെമോ സർവീസ് നടക്കുന്നുണ്ട്. ഏകദേശം 12:30 മണിയോടുകൂടി ഞങ്ങൾ ഗജേന്ദർ സിംഗ് എന്നറിയപ്പെടുന്ന ആളുടെ കാറിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു. ഒരു ഹിമാലയൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പഴയ NH1 ഇപ്പോൾ അത് NH44 എന്നറിയപ്പെടുന്ന പാതയിലൂടെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഞങ്ങൾ ഇപ്പോൾ ബനിഹാൾ സ്റ്റേഷൻ്റെ മുൻപിലാണുള്ളത്. ഞങ്ങളുടെ ലഗേജുകളെല്ലാം തൂക്കി ബനിഹാൾ സ്റ്റേഷൻ്റെ പടികൾ കടന്ന് ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോൾ ആണ് മനസ്സിലായത് 1:15 മണിക്കാണ്, ഉച്ചയ്ക്ക് 1:15-നാണ്, 1:20-നാണ് അടുത്ത ബാരാമുള്ളയ്ക്ക് പോകുന്ന ട്രെയിൻ. ബനിഹാളിൽ നിന്ന് ബാരാമുള്ളയിലേക്ക് പോകുന്ന വഴിയാണ് ശ്രീനഗർ. ഒരാൾക്ക് 20 രൂപ മാത്രമാണ് ടിക്കറ്റ്. ഏകദേശം 2 മണിക്കൂർ അടുത്ത യാത്രയുണ്ട്. അപ്പോൾ വണ്ടിയിൽ ടോയ്ലറ്റ് സൗകര്യമില്ലാത്തതിനാൽ നമ്മൾ ഫ്രഷപ്പ് ആയതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ അവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഇത്. ഈ റെയിൽവേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സങ്കൽദാൻ സ്റ്റേഷനിലേക്ക് വരെ ഇപ്പോൾ കണക്ടിവിറ്റി ഉണ്ട്. പക്ഷേ ഞങ്ങൾ ബനിഹാളിലാണ് ഇറങ്ങിയത്. ട്രെയിൻ യാത്ര പുറപ്പെട്ടു. അധികം കോച്ചുകളൊന്നുമില്ല, എന്നാൽ റിസർവേഷൻ സീറ്റുകളൊന്നും ഇതിൽ ഇല്ല. ബനിഹാൾ സ്റ്റേഷൻ പുറപ്പെട്ടപാടെ തന്നെ ഒരു വലിയൊരു ടണലിലേക്കാണ് ഇത് പ്രവേശിക്കുന്നത്. ഏകദേശം 9 കിലോമീറ്ററിനും 10 കിലോമീറ്റർ ഇടയിലായിട്ട് ആണ് ഇതിൻ്റെ ദൈർഘ്യം. ആ ടണൽ കഴിയുന്നതോടുകൂടിയാണ് കശ്മീർ ആരംഭിക്കുന്നത്. ഇപ്പോൾ ബനിഹാളും അതുപോലെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളെല്ലാം ജമ്മുവിൻ്റെ ഭാഗമാണ്. ടണൽ കഴിഞ്ഞ് ഇത് പ്രവേശിക്കുന്നത് കശ്മീരിലേക്കാണ്. പിന്നെ കാണുന്ന വ്യൂസൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എങ്ങും മഞ്ഞ നിറത്തിലാണ് നമുക്ക് പിന്നീടുള്ള ഭൂമി മുഴുവൻ കാണാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, കടുക് പാടങ്ങൾ പൂത്തു നിൽക്കുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ 2 മണിക്കൂർ യാത്ര കൊണ്ട് നമുക്ക് കശ്മീരിൻ്റെ സൗന്ദര്യം പൂർണ്ണമായി നമുക്ക് ആസ്വദിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ കയറിയ ട്രെയിൻ പുറപ്പെടുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് ഈ ട്രെയിനല്ല മറ്റൊരു ട്രെയിനിലേക്ക് ഇത് മാറ്റിയെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ലഗേജുകളെല്ലാം എടുത്ത് മറ്റു ട്രെയിനിലെത്തിയപ്പോഴേക്കും ഞങ്ങളുടെ സീറ്റെല്ലാം നഷ്ടപ്പെട്ടു. നമുക്ക് കാണാൻ ദൂരെ മഞ്ഞുമലകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള കേരളത്തിൽ നിന്ന് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കശ്മീരിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതിൻ്റെ ആദ്യത്തെ അടയാളമാണ് ദൂരെ കാണുന്ന മഞ്ഞുമലകൾ. ഹിമവാൻ്റെ മടിത്തട്ടിൽ, ഹൈമവത ഭൂവിൽ ആണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിക്കും സ്വർഗതുല്യമായിട്ടുള്ള കാഴ്ച. ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ വില്ലോ ട്രീസ് എന്നാണ് അറിയപ്പെടുന്നത്. വില്ലോ ട്രീസിനെ പറ്റി നമുക്കറിയാം. ക്രിക്കറ്റ് ബാറ്റുകൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കശ്മീരിൽ നിന്നാണ്. കശ്മീരിലെ വില്ലോ ട്രീസിൽ നിന്നാണ്. വില്ലോ മരങ്ങളാണ് ഈ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പോകുന്ന വഴിക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കാസിഗുണ്ട് എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. കാസിഗുണ്ട്, അനന്ത്നാഗ് അങ്ങനെയൊക്കെയുള്ള സ്റ്റേഷനൊക്കെ പിന്നിട്ടാണ് നമുക്ക് ശ്രീനഗറിൽ എത്തിച്ചേരേണ്ടത്. പാർപ്പിട സമുച്ചയങ്ങളും അതുപോലെ കൃഷിയിടങ്ങളും അതുപോലെ വനമേഖലകളും ദൂരെയായി പർവ്വതനിരകളും മഞ്ഞു മൂടിയ പ്രദേശങ്ങളും ഒക്കെ നമുക്ക് ഈ യാത്രയിൽ നമുക്ക് ദർശിക്കുവാൻ വേണ്ടി സാധിക്കും. ബാരാമുള്ളയിൽ നിന്ന് ശ്രീനഗർ വഴി അനന്ത്നാഗ്, ഖാസിഗുണ്ട്, ബനിഹാൾ സ്റ്റേഷൻ കടന്ന് പുതിയതായി ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം ചെയ്ത മറ്റൊരു സ്റ്റേഷനാണ് സങ്കൽദാൻ സ്റ്റേഷൻ. ആ സങ്കൽദാൻ സ്റ്റേഷനിൽ തുടർന്ന് നിരവധി ടണലുകൾ കടന്നുകൊണ്ട് കത്രയിലേക്ക്
ഈ റെയിൽവേ ശൃംഖല നീട്ടുന്നുണ്ട്. ഐക്കണിക് ചെനാബ് നദിക്ക് കുറുകെയായിട്ട് ഐക്കണിക് ബ്രിഡ്ജുകളൊക്കെ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്നു. വലിയ ഉയരത്തിൽ 365 മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ റെയിൽവേ ശൃംഖലയുടെ പണി പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും തെക്ക് കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പാർപ്പിട സമുച്ചയങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ട് നമ്മുടെ ഡെമു ട്രെയിൻ അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ നിറത്തിൽ കാണുന്നത് കടുകുപാടങ്ങളാണ്. കുതിരകൾ മേയുന്നതും പശുക്കൾ മേയുന്നതും ചെമ്മരിയാടുകൾ മേയുന്നതൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. കാശ്മീരിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് ഈ യാത്രയിൽ നിന്ന് തന്നെ നമുക്ക് ദൃശ്യമാകും. നിരവധി വാൽനട്ട് മരങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. വളരെ സുന്ദരമായിട്ടുള്ളൊരു യാത്ര. നമുക്ക് കശ്മീരിനെ യഥാർത്ഥത്തിൽ കണ്ടറിയണമെങ്കിൽ റോഡ് മാർഗം തന്നെ യാത്ര ചെയ്യേണ്ടതുണ്ട്. റോഡ് മാർഗം നമുക്ക് വരുവാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ ഡൽഹിയിൽ വരിക. ഡൽഹിയിൽ വന്നതിന് ശേഷം നമുക്ക് ഉധംപൂർ, ഡൽഹി ടു ഉധംപൂർ ഖത്ര പോകുന്ന വഴിക്കാണ്. ഖത്രയ്ക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനാണ് MCTM എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. മേജർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇപ്പോൾ ഉധംപൂർ അറിയപ്പെടുന്നത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് മുഖേനയോ അല്ലെങ്കിൽ ഷെയർ ടാക്സി ഒരാൾക്ക് 500 മുതൽ 600 രൂപ വരെയൊക്കെയാണ് വാങ്ങുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു കാറ് റെൻറ്റിന് എടുക്കാവുന്നതാണ്. ഞങ്ങൾ ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ 4500 രൂപയ്ക്കാണ് ഞങ്ങൾ എടുത്ത് ഞങ്ങൾ നമ്മുടെ ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നത്. ഒരു അഡ്വഞ്ചറസ് യാത്രയാണ്. കാരണം ഏകദേശം 40 കിലോമീറ്റർ ദൂരം ചെങ്കുത്തായ മലകൾ താണ്ടിക്കൊണ്ട്, അതായത് റോഡിന് വലിയ വീതിയില്ല, അരികുകൾ ബാരിക്കേഡുകളെല്ലാം തകർന്നു കിടക്കുന്നു, വളരെ ചെങ്കുത്തായിട്ടുള്ള ഇറക്കങ്ങൾ, ഏകദേശം 500-600 അടി വരെ താഴ്ചയിലോട്ട് വലിയ അഗാധമായ ഗർത്തങ്ങളും കൊക്കകളും നിറഞ്ഞ ഒരു വലിയൊരു പാതയാണ് ഈ യാത്രയിലുടനീളം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് ബറാമുള്ളയിൽ നിന്ന് സങ്കൽദാനിന് പോകുന്ന മറ്റൊരു ഡെമു ട്രെയിനാണ്. ഇതിൽ റിസർവേഷനൊന്നുമില്ല, എല്ലാം ചെയർക്കാറായിട്ടുള്ള സീറ്റുകളാണുള്ളത്. എയർപോർട്ട് ചെയർ പോലത്തെ ചെയറുകളാണ് ഇതിലുള്ളത്. ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഇതിൽ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഏകദേശം 3-3.5 മണിക്കൂറോളം യാത്രയുണ്ട് ബാരാമുള്ളയിൽ നിന്ന് ബനിഹാൾ വരെയുള്ള യാത്രയിൽ. നമുക്ക് ആ കടുപാടങ്ങൾ മഞ്ഞയും പച്ചയും നിറത്തിൽ ബ്രസീലിൻ്റെ ജേഴ്സി പോലെ നമുക്ക് കാണാവുന്ന വളരെ സുന്ദരമായ കാഴ്ചയാണ്. ഈ കാണുന്നതെല്ലാം വില്ലോ ട്രീസാണ്. ഇംഗ്ലീഷ് കവിതകളിലൊക്കെ നമുക്ക് വില്ലോ ട്രീസിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കടുക് ചെടിയുടെ പൂവാണ് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത്. കടുക് ചെടിയിൽ ചെറിയ ബീൻസ് പയർ പോലെ വളരെ ചെറിയ വലിപ്പത്തിൽ ധാരാളം നീളത്തിലിങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. അത് ഉണങ്ങി കഴിയുമ്പോൾ അത് പൊട്ടിച്ചാണ് അതിൻ്റെ അകത്ത് കടുകുള്ളത്, ആ കടുക് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കടുക് കൃഷി ചെയ്യുന്നത് കശ്മീരിലാണ്. കശ്മീരിൻ്റെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും ഇപ്പോൾ ഈ കടുക് പാടങ്ങളാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ അങ്ങിങ്ങായിട്ട് ആപ്പിൾ മരങ്ങളൊക്കെ ഓരോ സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ആപ്പിൾ മരങ്ങളൊക്കെ ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്ന സമയമാണ്. ആപ്പിൾ സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ ആപ്പിൾ മരങ്ങളും അതുപോലെ നാഷ്പതി എന്ന് പറയുന്ന മരങ്ങളും ആപ്പിൾ പോലത്തെ തന്നെ മറ്റൊരു ഫ്രൂട്ടാണ്. അതൊക്കെ പൂത്ത് നിൽക്കുന്നത് തന്നെ വളരെയധികം സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ കാശ്മീരിന് ഏത് സമയത്തും ഏത് കാലാവസ്ഥയിലും ഒരു പ്രത്യേക സൗന്ദര്യമാണ്. മഞ്ഞുകാലത്ത് മഞ്ഞിൻ്റേതായിട്ടുള്ള സൗന്ദര്യം, വസന്തകാലത്താണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യം, വേനൽക്കാലത്താണെങ്കിൽ ആ ഒരു സൗന്ദര്യം, എല്ലാം ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. 4 സമയത്തും 4 തരത്തിലാണ് നമുക്ക് കാശ്മീരിനെ ദർശിക്കുവാൻ വേണ്ടി സാധിക്കുന്നത്.
നിറയെ ആളുകളുണ്ട്. ഞങ്ങളങ്ങനെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിൽ മറ്റ് ഇടങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ല ശ്രീനഗറിലും അതുപോലെ ബനിഹാളിലൊക്കെ കാണുന്നത്. റൂഫൊക്കെ മരപ്പലകൾ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ശ്രീനഗർ. ഒരു ഹെറിറ്റേജ് ഹോട്ടൽ പോലെ അല്ലെങ്കിൽ ഹെറിറ്റേജ് റെയിൽവേ സ്റ്റേഷൻ്റെ അതേ ചാരുതയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയോടുകൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മേൽക്കൂര മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ബരാമുള്ളയിലേക്കും ബനിഹാളിലേക്കൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് കോഴിക്കുഞ്ഞിനെ വാങ്ങി വീടുകളിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവേശന കവാടത്തിൽ നിന്നുള്ള ദൃശ്യം. ഹിന്ദിയിലും ഉറുദുവിലും ഇംഗ്ലീഷിലും ശ്രീനഗർ എന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങളിവിടെ നിന്ന് ഒരു ടാക്സിയിലാണ് ഞങ്ങളുടെ ഹോട്ടലിലേക്ക്